IPL ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെയും വിവാദങ്ങളിലൂടെയുമാണ് രാജസ്ഥാൻ റോയൽസ് കടന്നുപോകുന്നത്. ടീമിന്റെ നട്ടലായിരുന്ന സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കേറിയതും പകരം യുവതാരം റിയാൻ പരാഗിനെ നായകനാക്കി പ്രഖ്യാപിച്ചതും ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയ്ക്ക് വഴിതുറന്നിരിക്കുകയാണ്. ഈ തീരുമാനത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് മുൻ ഇന്ത്യൻ നായകനും ചീഫ് സെലക്ടറുമായിരുന്ന ശ്രീകാന്ത് രംഗത്തെത്തിയതോടെ വിവാദം കൊഴുക്കുകയാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ വരാനിരിക്കുന്ന സീസണിന് മുന്നോടിയായി രാജസ്ഥാൻ റോയൽസ് എടുത്ത തീരുമാനങ്ങൾ ക്രിക്കറ്റ് ആരാധകരെയും നിരീക്ഷകരെയും ഒരുപോലെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ടീമിനെ വർഷങ്ങളോളം നയിക്കുകയും ബാറ്റിങ്ങിന് കരുത്താകുകയും ചെയ്ത മലയാളി താരം സഞ്ജു സാംസൺ ടീം വിട്ടത് ആരാധകർക്ക് വലിയ ആഘാതമായിരുന്നു. എന്നാൽ അതിനേക്കാൾ വലിയ ഞെട്ടൽ കാത്തിരുന്നത് നായക സ്ഥാനത്തേക്ക് റിയാൻ പരാഗിന്റെ പേര് പ്രഖ്യാപിക്കപ്പെട്ടപ്പോഴാണ്. ഈ തീരുമാനത്തിനെതിരെ ഏറ്റവും ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരിക്കുന്നത് മുൻ ഇന്ത്യൻ താരം കൃഷ്ണാചാരി ശ്രീകാന്താണ്. തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ശ്രീകാന്ത് രാജസ്ഥാൻ റോയൽസിനെതിരെ തുറന്നടിച്ചത്. പരാഗിന്റെ നായകസ്ഥാനം അർഹതപ്പെട്ടതല്ല എന്ന കൃത്യമായ സൂചനയാണ് അദ്ദേഹം നൽകിയത്. റിയാൻ പരാഗ് എങ്ങനെയാണ് ക്യാപ്റ്റനായതെന്ന് എല്ലാവർക്കും അറിയാം. അത് അവരുടെ തീരുമാനമാണ്. പക്ഷേ അവിടെ അവനൊരു രാജാവിനെ പോലെയാണ് പരിഗണിക്കപ്പെടുന്നതെന്ന് ശ്രീകാന്ത് പരിഹസിച്ചു. കഴിഞ്ഞ സീസണുകളിൽ പരാഗിന് നൽകിയ അമിതമായ പിന്തുണയും അവസരങ്ങളും പലപ്പോഴും വിമർശിക്കപ്പെട്ടിട്ടുള്ളതാണ്. പ്രകടനം മോശമായിട്ടും ടീമിൽ നിലനിർത്തുന്നതിനെതിരെ ഉയർന്ന പരാതികൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ നായകസ്ഥാനം കൂടി അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ പരാഗ് എടുത്തു പറയാവുന്ന പ്രകടനങ്ങളൊന്നും നടത്തിയിട്ടില്ലെന്നും ശ്രീകാന്ത് ഓർമ്മിപ്പിച്ചു. രാജസ്ഥാൻ റോയൽസ് നിരയിൽ ലോകോത്തര താരങ്ങൾ ഉള്ളപ്പോൾ എന്തിനാണ് 24 വയസ്സുകാരനായ പരാഗിന് ഈ ഉത്തരവാദിത്വം നൽകിയതെന്നാണ് ശ്രീകാന്തിന്റെ പ്രധാന ചോദ്യം. ലോകത്തിലെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളും IPL-ൽ വലിയ അനുഭവ സമ്പത്തുള്ളതുമായ ജഡേജ ടീമിലുണ്ട്. കൂടാതെ സമ്മർദ്ദഘട്ടങ്ങളെ പക്വതയോടെ നേരിടുന്ന ധ്രുവ് ജൂറലും ടീമിലുള്ളപ്പോൾ പരാഗിനെ തിരഞ്ഞെടുത്തത് അസ്വാഭാവികമാണെന്ന് ശ്രീകാന്ത് നിരീക്ഷിക്കുന്നു. സഞ്ജു സാംസണ് പരിക്കേറ്റ സമയത്ത് കഴിഞ്ഞ സീസണിൽ 8 മത്സരങ്ങളിൽ പരാഗ് ടീമിനെ നയിച്ചിരുന്നു. എന്നാൽ ആ 8 മത്സരങ്ങളിൽ വെറും 2 മാത്രമാണ് ടീമിന് വിജയിക്കാനായത് എന്ന റെക്കോർഡും മാനേജ്മെന്റ് വിസ്മരിച്ചതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോയത് രാജസ്ഥാൻ റോയൽസിന് വലിയൊരു ശൂന്യതയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കേവലം ഒരു ബാറ്റ്സ്മാൻ എന്നതിലുപരി ടീമിനെ ഒത്തൊരുമയോടെ കൊണ്ടുപോയിരുന്ന ഒരു നായകനായിരുന്നു അദ്ദേഹം. സഞ്ജുവിന്റെ അഭാവത്തിൽ ടീം ഒരു കപ്പൽ ഛേദം വന്ന അവസ്ഥയിലാണെന്ന് ആരാധകർ ഭയപ്പെടുന്നു. ടീമിന്റെ കരുത്തിനെക്കുറിച്ച് ശ്രീകാന്ത് പറയുന്നത് ഇങ്ങനെയാണ്: SC ജയ്സ്വാൾ, വൈഭവ് സൂര്യവംശി ഓപ്പണിംഗ് കൂട്ടുകെട്ട് ടീമിന് വലിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. ടോപ്പ് ഓർഡറിൽ 2 പേർ തിളങ്ങിയാൽ അവർ ഏതൊരു ടീമിനെയും തകർക്കും. എന്നാൽ ഈ ടീമിന് ഒരു വലിയ കുഴപ്പമുണ്ട്: അവർ പെട്ടെന്ന് തകർന്നടിയും. സ്ഥിരതയില്ലായ്മയാണ് ഈ ടീമിന്റെ ശാപം. രാജസ്ഥാൻ ഇത്തവണ കിരീടം നേടുമെന്നോ പ്ലേ ഓഫിൽ കടക്കുമെന്നോ താൻ വിശ്വസിക്കുന്നില്ലെന്ന് ശ്രീകാന്ത് തുറന്നു പറഞ്ഞു. പ്ലേ ഓഫ് പ്രവേശനത്തിന് പോലും 50-50 സാധ്യതയാണ് അദ്ദേഹം കാണുന്നത്. ഒരു നായകൻ എന്ന നിലയിൽ ടീമിനെ പ്രചോദിപ്പിക്കാനോ തന്ത്രപരമായ നീക്കങ്ങൾ നടത്താനോ പരാഗിന് സാധിക്കുമോ എന്ന കാര്യത്തിൽ മുൻ താരങ്ങൾക്കിടയിൽ വലിയ സംശയമുണ്ട്. രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റ് റിയാൻ പരാഗിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം വലിയൊരു ചൂതാട്ടമാണ്. അത് വിജയിച്ചാൽ പരാഗ് ഒരു സൂപ്പർ താരമായി മാറിയേക്കാം. എന്നാൽ പരാജയപ്പെട്ടാൽ അത് ടീമിന്റെ തകർച്ചയ്ക്കും സഞ്ജുവിനെ വിട്ടുകൊടുത്തതിലുള്ള വലിയ ഖേദത്തിനും കാരണമാകും. കൃഷ്ണാചാരി ശ്രീകാന്തിനെ പോലെയുള്ള മുതിർന്ന താരത്തിന്റെ വിമർശനങ്ങൾ മാനേജ്മെന്റിന് മേൽ വലിയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. IPL തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മൈതാനത്തെ പ്രകടനം കൊണ്ട് മാത്രമേ പരാഗിന് ഈ വിമർശനങ്ങൾക്ക് മറുപടി നൽകാൻ സാധിക്കൂ.